ഹായ് ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ഈവന്റ് മാനേജ്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈവന്റ് ഇവാലുവേഷൻ എന്ന ടോപ്പിക്കാണ്. ഈവന്റ് ഇവാലുവേഷൻ എന്ന ടോപ്പിക്ക് ഏറ്റവും ഒടുവിലത്തെ ടോപ്പിക്കാണ്. കാരണം എല്ലാ ഈവന്റിന്റെ എക്സിക്യൂഷനും കഴിഞ്ഞതിന് ശേഷം ആണ് ഈവന്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് real execution of the event is over, then we have to evaluate the extent of success or failure of that particular event. So evaluation is an activity that seeks to understand and measure the extent to which an event has succeeded in achieving its purpose. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഈവന്റ് നടന്നു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം വിജയിച്ചു അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതില് ഫലം കണ്ടു എന്ന് മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈവന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഡൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെഷർ ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ഇവന്റ് ഹാസ് സക്സീഡഡ് ഇൻ അച്ചീവിങ് ഇറ്റ്സ് പേർപ്പസ്. അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്ന ആ പ്രോസസ്സിനെയാണ് ഈവന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഓർ അനലൈസിംഗ് ദ ഇമ്പാക്ട് ആഫ്റ്റർ എഫക്ട് ഓഫ് ആൻ ഇവന്റ്. ആ ഈവന്റിന്റെ ഇമ്പാക്ട് ഓഫ് ആഫ്റ്റർ എഫക്റ്റ്, ഒരു ഈവന്റ് നടന്നതിന് ശേഷം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അത് എത്രത്തോളം ഫലപ്രദമായി എന്ന് മനസ്സിലാക്കുന്നത് ആ ആഫ്റ്റർ എഫക്റ്റിലൂടെയാണ്. അത് മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇവന്റ് ഇവാലുവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെഷറിംഗ് ദ ഈവന്റ് പെർഫോമൻസ്. ഈവന്റിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. അനലിറ്റിക്കൽ വേയിലാണ് നമ്മൾ പോവുക. ഓരോ ഏരിയയിലും ഏതൊക്കെ ഏരിയയിൽ നമ്മൾ വിജയമായിരുന്നു, ഏതൊക്കെ ഏരിയയിൽ പരാജയമായിരുന്നു, എന്താണ് നമ്മൾക്ക് സംഭവിച്ച ഡ്രോബാക്ക്, എന്തൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് അട്രാക്റ്റീവായി നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സംഭവം നടക്കുന്നത് ഈവന്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇവന്റ് ഗോയിങ് ഓൺ ആയിരിക്കുന്ന സമയത്തും ഒരു ഇവാലുവേഷൻ നടക്കും. അത് ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഇവാലുവേഷൻ പോലെ നടക്കുന്നതാണ്. ഓക്കെ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഒരു വിസിറ്റേഴ്സിനെ നമ്മൾ സ്വീകരിക്കുന്ന ആ വേളയിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോബാക്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഇവാലുവേഷൻ. ഇനി ഈവന്റ് നടന്ന് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വിജയമാണോ പരാജയമാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. സോ ഈവന്റ് ഇവാലുവേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ അസസ്മെന്റ്. നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അസസ് ചെയ്യുകയാണ്. അസസ്മെന്റ് ഓഫ് measuring the negative and positives of an event. We are assessing or measuring the negatives and positives of an event. So event in the
പോസിറ്റീവ്സും നെഗറ്റീവ്സും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെന്തൊക്കെയാണ്, അതിലൂടെ നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറയുകയും അതൊരു റിപ്പോർട്ടാക്കി മാറ്റുകയും ചെയ്യേണ്ടത്, ഇവന്റ് ഇവാലുവേഷൻ റിപ്പോർട്ട് ആക്കിയിട്ട് മാറ്റുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നടത്തുന്ന ഈ ഒരു മെഷറിംഗ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇവന്റ് ഇവാലുവേഷൻ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, യഥാർത്ഥത്തില് ഏത് ഇവാലുവേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് ആരംഭിക്കുമ്പോൾ തന്നെയാണ്, അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല. അത് ഗോയിങ് ഓൺ ആയിട്ട് ഒരു ഈവന്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇൻ ഈവന്റ്സ് ദ ബേസിക് ഇവാലുവേഷൻ പ്രോസസ് ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ്. ബേസിക് ആയിട്ട് ഇവാലുവേഷൻ പ്രോസസ്, ഇവന്റ് ഇവാലുവേഷൻ പ്രോസസ്സിന് 3 സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറയാം. അത് സാധാരണഗതിയിൽ നമ്മൾ ഏത് ഇവാലുവേഷന്റെയും പ്രോസസ്സിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, എന്നിട്ട് ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് പ്രവർത്തിക്കും. ഇനി അതിനുശേഷം നമ്മുടെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനനുസരിച്ച് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യും. മെഷർ ചെയ്തതിന് ശേഷം കറക്റ്റീവ് ആക്ഷൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഡീവിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് അത് ഓൺഗോയിങ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിന് ശേഷമുള്ള കറക്ഷൻ നടക്കുന്നത് ഫർദർ ഈവന്റ്സിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പുതിയൊരു ഇവന്റ് നടത്തുന്ന സമയത്ത് ഈ ഇവന്റിൽ നടന്ന അല്ലെങ്കിൽ ഈ ഇവന്റിൽ സംഭവിച്ച ഡ്രോബാക്സ് അടുത്ത ഇവന്റിലാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോ അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ ഒബ്ജക്റ്റീവ്സ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ എസ്റ്റാബ്ലിഷിംഗ് the standards or objectives, that is the first step. Then measuring the actual performance. അല്ലെ, അതിനു മുമ്പേ നമ്മള് മെഷറിംഗ് ദ പെർഫോമൻസ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ, 3 സമയത്ത് ഞാൻ പറഞ്ഞു. ഓൺഗോയിങ് ആയിട്ടും നമുക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈവന്റ് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. ഇനി ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെയാണ് പോകുന്നത്. എന്തൊക്കെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം എന്ന് ആദ്യം തീരുമാനിക്കണം. അത് ഈ ഈവന്റ് ഇവാലുവേഷന്റെ പ്രോസസ്സിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോ ബിഫോർ നടക്കുന്നതാണ്, മെഷറിങ്ങിന് മുമ്പേ നടക്കുന്ന ഇവാലുവേഷൻ എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് മുമ്പേ, അതുപോലെ അതായത് ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നതിന് മുമ്പേ, ഇനി പെർഫോമൻസ് നടക്കുന്നതിന്റെ കൂടെ ഡ്യൂറിങ് ദ പെർഫോമൻസ് ആൻഡ് ആഫ്റ്റർ ദ പെർഫോമൻസ്, മീൻസ് ആഫ്റ്റർ ദ ഈവന്റ്. അപ്പൊ ഇവന്റ് ടേക്സ് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പും ഡ്യൂറിങ്ങും, അതായത് ഓൺഗോയിങ്ങും അതുപോലെ തന്നെ ആഫ്റ്ററും ആണ് അതിന്റെ യഥാർത്ഥ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ദ കറക്റ്റിംഗ് ഡീവിയേഷൻ, കറക്റ്റീവ് ആക്ഷൻസ്, അല്ലെ, ഡീവിയേഷൻ ഫ്രം പ്ലാൻസ്. ചില സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടി വരും. അത് നടക്കുന്നത് ഡ്യൂറിങ് ആണ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് അത് ചിലപ്പോ ആ ഒരു പ്രത്യേക സാഹചര്യം മുൻനിർത്തിയിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതായിരിക്കാം. ആ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കേണ്ടി വരും. അതായത് നമ്മുടെ ഈവന്റ് ചില പ്രത്യേക മേഖലകളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യും. കറക്റ്റിംഗ് ഡീവിയേഷൻ ഫ്രം പ്ലാൻസ്, ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ബേസിക് ഇവാലുവേഷൻ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ ഒബ്ജക്റ്റീവ്സ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇവാലുവേഷൻ പ്രോസസ്. Here, first of all, we have to identify the target audience. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ടാസ്ക്. എന്ത്? ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക. അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈവന്റ് നടത്തുന്നത്. ആരാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഓഡിയൻസ്? അവര് തന്നെ ഇവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്.
എങ്കിൽ മാത്രമേ നമ്മുടെ ഈവന്റ് സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ലക്ഷ്യം വെക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് അല്ലാത്ത ആൾക്കാരാണ് ഇവിടെ എത്തിയത് എങ്കിൽ നമ്മുടെ ഈവന്റ് കൊണ്ട് നമുക്കൊരു നേട്ടം ഉണ്ടാവില്ല. വരുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് ശല്യവുമായിരിക്കും. കാരണം അവരിത് ആഗ്രഹിച്ചിട്ട് വരുന്നവരല്ല എങ്കിൽ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഈ ഈവന്റിന് സക്സസ്ഫുള്ളിന് അനുകൂലമല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ ദ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത എന്താണ്? അടുത്ത പ്രോസസ്സ്, അടുത്ത സ്റ്റെപ്പാണ് മെഷറിംഗ് ദ പെർഫോമൻസ്. മെഷറിംഗ് പെർഫോമൻസ് 3 രീതികളിലാണ് നടക്കുക എന്ന് പറഞ്ഞു: ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ. So the measurement of performance against objectives should be done on a forward looking basis. അതായത് നമ്മൾ എപ്പോഴും പ്ലാനിങ് ഇൻ അഡ്വാൻസ് ആണല്ലോ അല്ലെ? അത് മുൻപിൽ കണ്ടുകൊണ്ട്, മുൻപോട്ട് നോക്കിക്കൊണ്ട്, നമ്മൾ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ടത്. അപ്പോ എന്താണ്? ദ ഡീവിയേഷൻസ് മേ ബി ഡിറ്റക്റ്റഡ് ഇൻ അഡ്വാൻസ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മെഷർ ചെയ്യുന്നതും അതിന് തൊട്ട് മുമ്പേ നമ്മൾ എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒക്കെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡീവിയേഷൻസ് മേ ബി ഡിറ്റക്റ്റഡ് ഇൻ അഡ്വാൻസ്. ഡീവിയേഷൻസിനുള്ള സാധ്യത പോലും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം എന്ന് പറയാറില്ലേ? എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് പ്ലാനിലേക്ക്, ആ ഡീവിയേഷനിലേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെയും ആ പ്ലാനിലും നമ്മൾ വിജയിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലും നമ്മുടെ ഈവന്റ് പരാജയമാവാൻ പാടില്ല. സോ ദ മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് ഇൻക്ലൂഡ് കോൺസെപ്റ്റ് റിസർച്ച്, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇങ്ങനെ ഈ ഒരു സ്റ്റേജസിലൂടെയാണ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് കടന്നു പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? കോൺസെപ്റ്റ് റിസർച്ച്, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. സോ ദ ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് റിസർച്ച്. കോൺസെപ്റ്റ് റിസർച്ചിലേക്ക് നമുക്ക് പോകാം. ദ കോൺസെപ്റ്റ് ഷുഡ് ബി ക്ലീൻ. കോൺസെപ്റ്റ് വളരെ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കോൺസെപ്റ്റ് ക്ലിയർ അല്ല എങ്കിൽ പിന്നെ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് നമ്മൾ എന്താണോ ഈവന്റിന്റെ കോൺസെപ്റ്റ് അത് കൃത്യമായിരിക്കണം. നമ്മൾ നൽകുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം. സോ ബിഫോർ മൂവ് ഓൺ ടു ദ ഇവന്റ്, ഇറ്റ് essentially involves presenting the various options to a representative sample of the target audience. Representative sample of the target audience. നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്? ആ ഒറിജിനൽ ഈവന്റ് ഒക്കെ അല്ലെങ്കിൽ ഒറിജിനൽ ഈവന്റ് ഹാപ്പൺ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഒരു സാമ്പിൾ ഈവന്റ് നടത്താം. എങ്ങനെ? ഇറ്റ് ഇൻവോൾവ്സ് പ്രസന്റിംഗ് ദ വേരിയസ് ഓപ്ഷൻസ് ടു എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. ഈ ടാർഗറ്റ് ഓഡിയൻസിന് മുമ്പാകെയായിട്ട് നമ്മള് ഒരു സ്റ്റോറി മോഡിൽ നമ്മൾ ഇതിങ്ങനെയാണ് നടത്താൻ വേണ്ടി പോകുന്നത്. വലിയ ഒരു ഓഡിയൻസിന് മുമ്പാകെയാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നതെങ്കിൽ അത്തരം ആളുകളുടെ ഒരു കുറച്ച് പ്രതിനിധികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ മുമ്പ് നമ്മൾ ഒരു സ്റ്റോറി മോഡില് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് അവരുടെ റിയാക്ഷൻസ് കിട്ടും. റിയാക്ഷൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റിയാക്ഷൻ അനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കാനും ആ മാറ്റങ്ങളെ അവർക്ക് വേണ്ടി കൊടുക്കാനും പറ്റും. ഇവന്റ് നടന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവന്റ് ഗോയിങ് ഓൺ ആയിരിക്കുന്ന സമയത്തും വലിയൊരു ഓഡിയൻസിന് വേണ്ടി പെട്ടെന്നൊരു വലിയ മാറ്റം നമുക്ക്
ഉൾക്കൊള്ളാനും പറ്റില്ല. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മുൻകൂട്ടി, നിലവിലുള്ള പ്ലാനിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധികളെ, അതായത് വലിയ ഓഡിയൻസിന്റെ പ്രതിനിധികളായിട്ട് അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ മുമ്പാകെ നമ്മൾ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നൊരു സ്റ്റോറി ലൈനിൽ അവതരിപ്പിക്കുന്നു. സോ ദിസ് കോൺസെപ്റ്റ് ടെസ്റ്റ് ഇവിടെ എന്താ ശരിക്കും നടത്തുന്നത് വെച്ചാൽ കോൺസെപ്റ്റ് ടെസ്റ്റ് ആണ്. നമ്മൾ ഈ കോൺസെപ്റ്റ് വിജയിക്കുമോ എന്നുള്ളത്. ദിസ് പ്രൊവൈഡ്സ് ഇനഫ് മെറ്റീരിയൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ വേരിയസ് അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. സോ ദിസ് കോൺസെപ്റ്റ് ടെസ്റ്റ് പ്രൊവൈഡ്സ് ഇനഫ് മെറ്റീരിയൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ വേരിയസ് അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. ഇങ്ങനെ നടത്തുന്നതിലൂടെ, ഒരു ടെസ്റ്റ് നടത്തുന്നതിലൂടെ, ഇതിന്റെ കോൺസെപ്റ്റ് ടെസ്റ്റ് നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ഗുണം കിട്ടുന്നു? നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നു, മുൻകൂട്ടി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നു. എന്ത്? വേരിയസ് ആൾട്ടർനേറ്റീവ്സ്. ഇത് ഇങ്ങനെയല്ല എങ്കിൽ വേറെ ഏത് രീതിയിൽ നടത്താമെന്ന് അവരുടെ എക്സ്പെക്ടേഷൻസും കൂടി ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ ആ ഈവന്റിന്റെ പ്രോസ് ആൻഡ് കോൺസ്, എന്താണ് പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞാല്? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള അനുകൂല പ്രതികൂല വാദഗതികൾ. അപ്പോ ഈ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടി അവർ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞു തരും. അത് അവർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ വരാത്ത രീതിയിൽ ഇവന്റ് അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, then next one is the formative evaluation. Formative evaluation 2018 ഒരു മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പ്രധാനപ്പെട്ടതാണ്. A formative evaluation is a method for judging the worth of a program while the program activities in progress. ഈ ഫോർമാറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ? നമ്മൾ ഈ പരീക്ഷകൾ നടത്താറില്ലേ, ക്ലാസ്സുകളിൽ പരീക്ഷകൾ നടത്തുന്നത്, അത് ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളത് നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തുന്ന പരീക്ഷകളെയാണ് നമ്മൾ ഈ ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതേസമയം സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടലാണ്. അപ്പോൾ നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഫൈനൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ സമ്മാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇവന്റിന്റെ കാര്യത്തിലും. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റ് നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത്, പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡ്യൂറിങ് ദ ഇവന്റ്, when the event is going on, at that time we are evaluating. That evaluation is known as formative evaluation. Okay, അപ്പോ ഇവാലുവേഷൻ, ഈ ഫോർമാറ്റീവ് ഇവാലുവേഷൻ ഏതൊക്കെ സ്റ്റേജസിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? ഇവാലുവേഷൻ അറ്റ് ദിസ് സ്റ്റേജ് ഫോക്കസസ് ഓൺ തിങ്സ് ദാറ്റ് ആർ ആക്ച്വലി ഹാപ്പണിങ്. അപ്പൊ ഈ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലൂടെയും ഈ ഫോർമാറ്റീവ് ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദീസ് ഇവാലുവേഷൻ ആർ എയിംഡ് അറ്റ് ഷേപ്പിംഗ് ദ ഫോം ഓഫ് ദ ഫൈനൽ ഇവന്റ്. അല്ലെ, ഫൈനൽ ഇവന്റിന്റെ ഫോം ഷേപ്പ് ചെയ്യുകയാണ്. സോ ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആർ എയിംഡ് അറ്റ് ഷേപ്പിംഗ് ദ ഫോം ഓഫ് ദ ഫൈനൽ ഇവന്റ്. ഓക്കെ, then mock-up displays and presentations of the event are used to carry out research to check whether they are achieving the desired reactions from the audience. ഓഡിയൻസിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന റിയാക്ഷൻ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞത് പോലെ നമ്മള് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് നമ്മുടെ ഫൈനൽ എയിം എങ്കിൽ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മോക്കപ്പ് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ആണെങ്കിൽ നടത്തുന്നതിന് മുമ്പ് നമ്മൾ മോക്ക് ഇന്റർവ്യൂ നടത്താറുണ്ട്. ഒരു മോഡലാണ് അത് ആക്ച്വലി നടത്തുന്നത്, അല്ലെ? അത് നടത്തുന്ന ടൈപ്പിലുള്ള ഒരു ഇവാലുവേഷൻ ആണ്
ഇവിടെ ഈ ഫോർമാറ്റീവ് ഇവാലുവേഷനിലും നടക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്നത് എന്താണ്? മോക്കപ്പ് ഡിസ്പ്ലേസ് ആൻഡ് പ്രസന്റേഷൻസ്. മോക്കപ്പ് ഡിസ്പ്ലേസ് ആൻഡ് പ്രസന്റേഷൻസ് ഓഫ് ദ ഇവന്റ് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ മോക്കപ്പ് ഡിസ്പ്ലേസും അതുപോലെ തന്നെ പ്രസന്റേഷൻസും, അതായത് ഒരു മോഡൽ ഡിസ്പ്ലേസും മോഡൽ പ്രസന്റേഷൻസും, യഥാർത്ഥ ഇവന്റ് നടക്കുന്നതിന് മുമ്പേ ഒരു മോഡൽ ഇവന്റ്സ് നമ്മൾ നടത്തിയേക്കാം. എന്തിന്? റിസർച്ച് നടത്തുന്നതിന് വേണ്ടി, ഓരോരുത്തരുടെ റിയാക്ഷൻസും അതിനനുസരിച്ച് നമ്മുടെ ഈവന്റിനെ പ്ലാൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കൺസെപ്റ്റ് ഇവാലുവേഷനും ഫോർമാറ്റീവ് ഇവാലുവേഷനും കഴിഞ്ഞു. അടുത്തത് ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ്. ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ. ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഡൺ അറ്റ് റെഗുലർ intervals. Objective evaluation of all activities should be done at regular intervals. എന്തിനു വേണ്ടിയിട്ട്? ensures smooth functioning of the entire event. ഈ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ് ഇതിന്റെ സ്മൂത്ത് ഫങ്ഷനിങ് എൻഷുർ ചെയ്യുന്നത്, ഇവന്റിന്റെ മുഴുവനായിട്ടുള്ള. സോ ഇവാലുവേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇവന്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓർ നോട്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ഇവന്റിന്റെ ഓരോ സമയത്തുള്ള ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് അത് അച്ചീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇവന്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓർ നോട്ട്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഈ ഗോൾസും അച്ചീവ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് ടോട്ടൽ ഇവന്റ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു assuring on how and why the event will work among its audience. അതായത് ഇത് എന്താ വീണ്ടും ഒന്ന് ഉറപ്പിക്കുന്നു എന്ന്, how and why the event will work among its audience. ഈ ഓഡിയൻസിന്റെ മുമ്പില് ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് രണ്ടാമതൊന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏത്? ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ. ഇറ്റ് റീഅഷ്യൂർ ചെയ്യുന്നു. ഒരു തവണ നമ്മൾ ഫോർമാറ്റീവിലൂടെയും അതുപോലെ കോൺസെപ്റ്റ് ഇവാലുവേഷനിലൂടെയും അഷ്യൂർ ചെയ്തതാണ് എങ്കിലും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ദാറ്റ് ഈസ് ആസ്ക്ഡ് ഇൻ മെയ് 2018. അപ്പോ ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ് എന്നുള്ളത്. സോ സമ്മേറ്റീവ് ഇവാലുവേഷൻ refers to the assessment of participants where the focus is on the outcome of a program. അതിന്റെ സം ടോട്ടൽ, അതിന്റെ ഔട്ട്കത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അസസ്മെന്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ആണ് ഇവിടെ നടക്കുന്നത്. So after the event has started, the evaluation team should be concerned with measuring the impact of event on target audience. Event തുടങ്ങി കഴിഞ്ഞാല് ഓൺ ദി സ്പോട്ടില് ഈ ഇവന്റ് ഇവാലുവേഷൻ ടീം ഇൻ ആക്ഷൻ ആയിരിക്കും. അവര് തുടങ്ങും. എന്ത്? അവര് വളരെ ബോധേഡ് ആയിരിക്കും. എന്ത്? concerned with the measuring the impact of event on target audience. ടാർഗറ്റ് ഓഡിയൻസിനെ അവരുടെ ഓരോ ചലനങ്ങളും ഇവര് ഇവന്റ് ഇവാലുവേഷൻ ടീം വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവര് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ ഇങ്ങനെ കൃത്യമായിട്ടും നോക്കിക്കൊണ്ടേയിരിക്കും. ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓവർ ആൻഡ് അബവ് ദിസ് ഇവാലുവേഷൻ ഗിവ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവന്റ് ഒബ്ജക്റ്റീവ് അറ്റൈൻമെന്റ്. ഇതും മാത്രമല്ല, ദിസ് ഇവാലുവേഷൻ, അതായത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഗിവ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ഇവന്റ് ഒബ്ജക്റ്റീവ് അറ്റൈൻമെന്റ്. ഇത് ഇവന്റ് ഒബ്ജക്റ്റീവ് അറ്റൈൻമെന്റ് കാരണം യഥാർത്ഥ ഇവന്റിന്റെ ഫൈനൽ ഇവന്റ് നടക്കുകയാണ്. ആ സമയത്ത് ഉള്ള ഓരോ ഇവാലുവേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ആ സമയത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഉള്ള ഇവാലുവേഷനും, അതായത് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ മെഷർ ചെയ്യുന്നതും ഇതിന്റെ അകത്താണ് വരുന്നത്.
So summative evaluation helps the evaluators in understanding the mistakes. അല്ലെ, സമ്മേറ്റീവ് ഇവാലുവേഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ത്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റുക. ഓക്കെ, ദെൻ ബേസിക് ഇവാലുവേഷൻ പ്രോസസ്സിൽ 3 സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ മൂന്നാമത്തതാണ് കറക്റ്റിംഗ് ഡീവിയേഷൻസ്. ഇനി എറേഴ്സും മറ്റും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എറേഴ്സ് കറക്റ്റ് ചെയ്യുക. സാധാരണ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, പെർഫോം ചെയ്യുക, ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, അതിന് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അതിന് നോർമലി ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലെ വരുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ ഫ്രം ദ ആക്ച്വൽ പ്ലാൻ, നമ്മുടെ ആക്ച്വൽ പ്ലാനിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ദ ഇവന്റ് ഇവാലുവേഷൻ ടേക്സ് ദ കറക്റ്റീവ് മെഷേഴ്സ്. ഇവന്റ് ഇവാലുവേഷൻ ടീം കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിലവിലുള്ള സമയത്ത്, ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അപ്പൊ തന്നെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. ഇനി അതിന് ശേഷമുള്ള ഐഡന്റിഫിക്കേഷൻ ആണ് എങ്കിൽ നെക്സ്റ്റ് ഇവന്റ്സിൽ അതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതെ നോക്കുക, ഈ മിസ്റ്റേക്സ് വരാതെ നോക്കുക. ഓക്കെ, ഇനി ഹൗ ടു ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ആൻ ഇവന്റ്. ഇവന്റിന്റെ സക്സസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്: 1 അറ്റൻഡീ സാറ്റിസ്ഫാക്ഷൻ, 2 മോണിറ്ററി ഔട്ട്കംസ്, 3 രജിസ്ട്രേഷൻ നമ്പേഴ്സ്, 4 മീഡിയ ആൻഡ് പ്രസ് ഹിറ്റ്സ്. ഒന്നാമത് അറ്റൻഡീ സാറ്റിസ്ഫാക്ഷൻ. അറ്റൻഡ് ചെയ്തവർക്കാണല്ലോ ഇതിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടത്. ആ അറ്റൻഡീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഫോംസ് നമ്മൾ ഫില്ല് ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് എങ്കിൽ ആ ഈവന്റ് സക്സസ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് നമുക്ക് കണ്ടറിയാൻ പറ്റുന്നതാണ്. എന്നാൽ അതിന്റെ ഒരു റിട്ടേൺ പ്രൂഫ് വേണമെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫോമിൽ ഫില്ല് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? മോണിറ്ററി ഔട്ട്കം ആണ്. മോണിറ്ററി ഔട്ട്കം, ഒരു ഈവന്റ് വിജയിച്ചു എങ്കിൽ, നമ്മൾ ഒരു ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഈവന്റ് ആണ് എങ്കിൽ, ഒരു വലിയ മെഗാ ഷോ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഈവന്റ് ആണ് എങ്കിൽ അതിൽ എത്രയധികം പണം നമുക്ക് പിരിഞ്ഞു കിട്ടി, ടിക്കറ്റ് വഴി നമുക്ക് കിട്ടി എന്നത് അത് ആ ഈവന്റിന്റെ വിജയത്തിന്റെ ഒരു ലക്ഷണമാണ്, അല്ലെ? ഓക്കെ, ദെൻ രജിസ്ട്രേഷൻ നമ്പേഴ്സ്. എത്രയധികം ആൾക്കാർ, ഇപ്പം നമ്മളൊരു എക്സ്പെക്റ്റഡ് 500 ആൾക്കാരെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് 1000 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഈവന്റിന്റെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് നമുക്ക് പറയാം. ദെൻ മീഡിയ ആൻഡ് പ്രസ് ഹിറ്റ്സ്. മീഡിയയില് നമ്മുടെ ഈവന്റ് എത്രത്തോളം വലിയ വാർത്തകളാകുന്നു, അത് എത്രയധികം ആൾക്കാർ ഇത് വായിച്ചു, എത്രയധികം ആൾക്കാർ ഇതിന്റെ മീഡിയ, ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എത്ര വ്യൂസ് ഉണ്ടായി, എത്ര ആൾക്കാർ കണ്ടു, എത്ര ആൾക്കാർ എത്ര സമയം ഇത് വാച്ച് ചെയ്തു, ഇങ്ങനെയൊക്കെ ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചിലപ്പോൾ ടി വിയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ടി വിയിൽ അവർ എത്ര അധികം സമയം വാച്ച് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ റേറ്റിംഗിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മീഡിയയിലും പ്രസ്സിലും അത് എത്രത്തോളം വലിയ വാർത്തയായി, എത്രയധികം ആൾക്കാരിൽ സംസാര വിഷയമായി എന്നതൊക്കെ ഇതിന്റെ ഈവന്റിന്റെ സക്സസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ്, അല്ലെ? ആ സിംറ്റംസ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അവസാനം ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പോയിന്റ്. ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ? ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പോയിന്റ് ആണ്. എങ്ങനെയാണ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പോയിന്റില് നമ്മള് ഓരോ പോയിന്റ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്? 1 പ്രോഫിറ്റബിലിറ്റി, അല്ലെ? ഏത് ഇവന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ചാൻസ് ഉണ്ടാവും. ആ പ്രോഫിറ്റബിലിറ്റി ചാൻസ് അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് അതിന് വന്നു ചേർന്നിട്ടുണ്ടാകും. അതെത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുന്നു. ആ പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി വേറെ ഏത് പോയിന്റ്? ലോജിസ്റ്റിക് എന്ന മേഖല മാത്രം എടുത്തിട്ട്, ലോജിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും
മറ്റ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള അലൈഡ് സർവീസസ് ആണ്, സപ്പോർട്ടിംഗ് സർവീസസ് ആണ് ലോജിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം വിജയമായിരുന്നു, അത് വിജയമായിരുന്നുവെങ്കിൽ അത് ആ മേഖലയിൽ ഇവന്റിന്റെ വിജയത്തെ സഹായിച്ചിട്ടുള്ള ഒരു മേഖലയാണ് അത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. Then resources are major constraints. Resources are major constraints. നമുക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ആണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്, അതിന്റെ കൺസ്ട്രെയിൻസ്, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഓഫർ ചെയ്ത എല്ലാ റിസോഴ്സസും നമുക്ക് കൊടുക്കാൻ പറ്റിയോ? ഇപ്പോ നമുക്ക് ഒരു യേശുദാസിന്റെ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം യേശുദാസിന് പെട്ടെന്ന് വരാൻ പറ്റാതെ ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ലോക്കൽ ഗായകനെ കൊണ്ട് പാട്ട് പാടിക്കുകയാണെങ്കിൽ ആ റിസോഴ്സസ് കൺസ്ട്രെയിൻസ് നമുക്ക് ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ റിസോഴ്സസ് ആർ മേജർ കൺസ്ട്രെയിൻസ്. ദെൻ ദ ഡിഗ്രി ഓഫ് റീച്ചിന്റെ അളവ് എത്രയാണ്, എത്രത്തോളം ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്ന്, വലിയ ഓഡിയൻസിലേക്ക് അത് എത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്തുള്ള അത്ര തന്നെ ആൾക്കാര്, അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന സമയത്തുള്ള ആൾക്കാര്, അവരുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടങ്ങുന്ന സമയത്ത് 1000 ആൾക്കാരുണ്ട്, തീരുന്ന സമയത്ത് വെറും 50 ആൾക്കാരേ ഉള്ളൂങ്കിൽ ആ ഈവന്റിന്റെ പരാജയമാണത്. ഡിഗ്രി ഓഫ് റീച്ച്, ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിലും എത്തിയ ആൾക്കാരെ നിലനിർത്തുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു എന്നൊക്കെ ആയിരിക്കും അതിന്റെ മീനിങ്. സോ നെക്സ്റ്റ് ഈസ് ദ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഈ ഒരു പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെലവ് എത്രയാണ്, നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയാലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ ഈവന്റ് എന്ന് മനസ്സിലാവുക. 1,00,000 രൂപ നമ്മുടെ കോസ്റ്റും നമ്മളെ വരുമാനം 50,000 ആണെങ്കിൽ നമുക്കത് നഷ്ടമാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഇൻകവും അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ട് പിന്നീട് കൺസ്യൂമേഴ്സിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നത് വഴിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. അതൊരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി ടൈപ്പിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ബെനിഫിറ്റ്. ഇമ്മീഡിയറ്റ് ബെനിഫിറ്റും ലോങ് ടേം ബെനിഫിറ്റും. ഒരു ഈവന്റ് നടത്തിയത് കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തൊട്ടടുത്ത ആഴ്ച തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. അതൊരു 6 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും ആ ഈവന്റിന്റെ കൺസ്യൂമേഴ്സിലേക്ക് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് എത്തണ്ടേ. അത് അവർക്ക് കൃത്യമായ രീതിയിൽ അതിനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വന്നു ചേരണ്ടേ, അതിന് സമയമെടുക്കും. അപ്പോ ആ രീതിയിൽ ലോങ് ടേം ബെനിഫിറ്റ് എന്താണ്, ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്തിട്ട് അതും ഇവാലുവേറ്റ് ചെയ്തേണ്ടതായിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വിത്തിൻ 6 months ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ഒരു ആഫ്റ്റർ 5 years അല്ലെങ്കിൽ 2 years ഒക്കെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള ഇവന്റ് ആണ് എങ്കിൽ അത് ലോങ് ടേം ബെനിഫിറ്റിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റിംഗ് എ വെന്യൂ ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു വെന്യൂ തീരുമാനിക്കുന്നത് അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ വെന്യൂ എപ്പോഴും നമുക്ക് ആക്സസബിൾ ആയിരിക്കണം, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഡീസിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം, പ്രശ്ന സാധ്യതകളോ ഇല്ലാത്ത ഒരു വെന്യൂ ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പോയിന്റ്സ്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുക. ഈവന്റ് മാനേജ്മെന്റ് എന്ന ടോട്ടൽ ടോപ്പിക്കിനെ നിങ്ങൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തുടർന്നും ചാനലിൽ വരുന്ന മറ്റുള്ള ടോപ്പിക്കുകളുടെ വീഡിയോസും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.